കനവെല്ലാം നിജമാകുന്നേ മാനേകാരാനി മുझे यही अंबर पर मेरे സ്വപ്നത്തിൻ മറവായെന്നെ കനവെല്ലാം നിജമാകുന്നേ മാനേകാരാനി മുझे. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു സെറ്റാണ് മൂൺ വാക്കിൻ്റെ സെറ്റ്. ബ്രേക്ക് ഡാൻസിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയില്ല, പക്ഷെ ക്ലാസിക്കൽ ഡാൻസ് എല്ലാവരും പഠിപ്പിക്കും. കോമ്പറ്റീഷൻ ഇറങ്ങുക എന്നുള്ളത് തന്നെ ഒരു മെയിൻ പരിപാടിയായിരുന്നു. ഈ ഡാൻസിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചവരാണ്. 3 വയസ്സിൽ ഞാൻ ഡാൻസ് ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. ഡാൻസ് എന്ന് വെച്ചാൽ അത്രക്കും ഞങ്ങളുടെ ക്രേസാണ്, കൊച്ചിക്കാരുടെ ഒരു ക്രേസാണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ചാകും അവിടെ ആൾക്കാർ. ഇവരിപ്പോൾ ഒരു ഡാൻസ് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അപ്പോൾ തന്നെ മീഡിയയിലിട്ട് അങ്ങനെ അങ്ങോട്ട് വൈറലായി അങ്ങോട്ട് പോകും. ഡാൻസ് കളിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെയൊക്കെ പരിസരത്ത് അവനൊക്കെ പ്രാന്താണെന്ന് പറയാന്ന് പറഞ്ഞു. കാതിൽ മറ്റേ തൂലും സ്റ്റഡൊക്കെ ഇട്ട് ഞങ്ങൾ അതിട്ട് റോട്ടിൽ കൂടി അവനൊക്കെ പ്രാന്തട കഞ്ചാവണം പറയുമ്പോൾ. ട്രിവാൻഡ്രം ഇന്നതാണെന്ന് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റില്ല. പല പല വ്യത്യാസമാണ്. പല പല സ്ഥലങ്ങളിൽ പല പല രീതിയിലാണ് സംസാരിക്കുന്നവർ. ഇതെനിക്ക് അറിയായിരുന്നു. ഇങ്ങനെ ഒറ്റ സുരേട്ടൻ പറയുന്ന സംഭവം മാത്രമല്ല. അപ്പോൾ ഇത്ര ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ 8 പേരുണ്ടെങ്കിൽ 8 പേരും 8 രീതിയിലാണ് സംസാരിക്കണം. ഡാൻസിനെ കൊണ്ട് ചേർത്ത ഒരു സമയത്തുള്ള ഇൻട്രസ്റ്റ് മാത്രമേ വീട്ടുകാർക്ക് ഉണ്ടായുള്ളൂ. അതാ ഞാനത് ആലോചിച്ചു. 3 വയസ്സുള്ളപ്പോൾ ഡാൻസിന് ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വരേണ്ടതല്ലോ എന്ന്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയാലും ഡാൻസ് നിർത്തിയാൽ മതി ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഇന്ന് എനിക്കൊപ്പം മൂൺ വാക്ക് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. നല്ലൊരു കൈയ്യടിട്ടോ. മൂൺ വാക്കിൻ്റെ വിശേഷങ്ങളാണ്. എനിക്ക് ട്രെയിലറൊക്കെ കണ്ടിട്ട് ആക്ച്വലി ഫീൽ ചെയ്തത് ഒരു ഡാൻസിന് വേണ്ടി നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ മാത്രമല്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരുടെയും എനിക്ക് തോന്നുന്നു ഡാൻസിന് വേണ്ടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്താണ് ശരിക്കും ഈ മൂവി? അത് തന്നെയാണ്. സാറിന് എന്താണ് സാറിന് ഈ മൂവിയിലേക്ക് അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് 90s കുട്ടിക്കാലം, അത് എൻ്റെയും കുട്ടിക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് എൻ്റെ കുട്ടിക്കാലമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആയി ഞാൻ. പിന്നെ ഒന്ന് ഇപ്പോഴത്തെ കാലത്തെ എല്ലാ കാലത്തെയും പിള്ളേർക്ക് ഉള്ള എലമെൻറ്റ്സ് ഇതിലുണ്ട്. ആ ഒരു എനർജി, ആ വൈബ്. പിന്നെ എന്താ പറയുക, ഒരു 4-5 പിള്ളേർ, പിള്ളേർ അവരുടെ കൂട്ടത്തിൽ അവരുടെ അതേ വൈബിൽ നിൽക്കുന്ന ഒരു കാരണവരുടെ ഒരു അച്ഛൻ്റെ ക്യാരക്ടറാണ് എൻ്റെത്. അപ്പോൾ അതൊക്കെ പല പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ വി ഐ വിനോദും സുനിലും ഞങ്ങളൊക്കെ ഒരുമിച്ച് കറങ്ങളായിട്ട് പല പ്രോജക്റ്റുകൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സോ പ്രോജക്റ്റിൻ്റെ ഡിസ്കഷൻ്റെ സമയം മുതൽ തന്നെ ഞാൻ അവരുടെ ഒപ്പം ഉണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോജക്റ്റിൽ ഞാനുള്ളത്. മീനാക്ഷി, ഒരു ഗ്രൂപ്പ് ഓഫ് പടയാളികളുടെ ഇടയ്ക്കൊരു ഒറ്റയാളായിട്ട് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്താണ് ശരിക്കും, അതായത് ഇത്രയും ആൺകുട്ടികളുടെ ഇടയ്ക്കൊരു ചുണക്കുട്ടിയായ പെൺകുട്ടി, എന്താണ് ആ ഒരു ഫീൽ അല്ലേ? എന്തെറ്റി? ചുണക്കുട്ടിയായി നമുക്ക് എനിക്ക് ഭയങ്കര സമയത്ത് ഞാൻ മാത്രം അവൈലബിൾ ആയിരുന്നുള്ളത്. അതെ, ഓക്കെ. എൻ്റെ ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറുടെ പേര് ഷേർലി എന്നാണ്. ഞാൻ അനുനാഥ്, അതായത് ജെയ്ക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ കസിനാണ്. ജെയ്ക്കിന്റെ അച്ഛനാണ് ശ്രീകാന്തേട്ടൻ. പേര് എന്തായിരുന്നു ശ്രീകാന്തൻ? എന്ത് പേര്? ജോസഫ് പെരേര. സ്റ്റൈലിഷ് നെയിമുള്ള ആളാണ്. കസിനായിട്ടാണ് ചെയ്യുന്നത് ജെയ്ക്കിന്റെ. മൂൺ വാക്കേഴ്സിന്റെ അവരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അവരെയൊക്കെ ഒരു ചേച്ചി പോലെ, അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ നിൽക്കുന്ന തന്നെ ഒരു ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. രസമുള്ള ഒരു പരിപാടി, ഒരു ചെറിയ ക്യാരക്ടറാണ്. യാദവ് എനിക്ക് തോന്നുന്നു 18ാം പടിയിൽ. അതെ, 18ാം പടിയായിരുന്നു എൻ്റെ ആദ്യത്തെ മൂവി. ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. ഇതിനകത്ത് ഞാൻ റോൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. റോൺ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ കഥാപാത്രങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു സമയത്ത് എത്തുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ചെറിയ ക്യാരക്ടറാണ്. പിന്നെ ഈ സിനിമയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രൂ ആണ്. ഇപ്പം ക്രിയേറ്റീവ് സൈഡിലുള്ള ആൾക്കാരാണെങ്കിലും ഇതിനകത്ത് ആക്ടേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിലും ഭയങ്കര പോസിറ്റീവായിരുന്നു. ഭയങ്കര ജെന്യൂനിറ്റി ഉള്ള ആൾക്കാരായിട്ട് തോന്നി. ഭയങ്കര പൊട്ടൻഷ്യലുള്ള, ഭയങ്കര പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന പ്രോമിസിങ് ആയിട്ടുള്ള കുറേ ക്രിയേറ്റേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു സെറ്റാണ് മൂൺ വാക്കിൻ്റെ സെറ്റ്. ആരവ് നമ്മുടെ കുണ്ട്ര ജോണി ചേട്ടൻ്റെ മകനാണ് അല്ലേ?
ഫസ്റ്റ് മൂവിയാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെബ്യൂ എക്സ്പീരിയൻസ്? ഓഡിഷൻ ത്രൂ ആണ് കയറിയത്. ലൈക്ക് ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റർ കണ്ട് കാസ്റ്റിംഗ് കോളിലെ, അങ്ങനെ ചുമ്മാ അയച്ചു നോക്കി, പക്ഷെ വിളി വന്നു. അങ്ങനെ ഓഡിഷൻ പോയി. ലൈക്ക് എക്സ്പെക്ടേഷൻ ഒട്ടുമില്ലായിരുന്നു കിട്ടുമെന്ന് പോലെ, കാരണം സ്റ്റേജ് ഫിയർ നല്ല രീതിയിലുണ്ട്, പിന്നെ പെർഫോം ചെയ്യാനായിട്ട് നല്ല പേടിയുണ്ട്. പക്ഷേ ചെയ്തു. ലൈക്ക് ഫോർ ദം ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ 2 ദിവസം എൻ്റെ കോൾ വന്നു. പിന്നെ എനിക്ക് ഇതിനകത്ത് ഡാൻസ് ആയിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ അകത്തൊരു നെഗറ്റീവ് റോൾ തന്നെയാണ് ചെയ്യുന്നത്. ലൈക്ക് പപ്പ ചെയ്ത പോലെ തന്നെ നെഗറ്റീവ് ആസ് എ ലൈക്ക് ഡെബ്യൂ തന്നെ നെഗറ്റീവ് കിട്ടിയോണ്ട് ഹാപ്പി. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ക്രൂ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ലൈക്ക് ഫോർ മീ സ്റ്റേജ് ഫിയർ നല്ല രീതിയിലുള്ളതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. ജോണി ചേട്ടന്റെ മകനാണെന്ന് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ അറിഞ്ഞത് എപ്പോഴാ? ഷൂട്ടിന് വന്നപ്പോഴാ. ചേട്ടൻ എപ്പോഴാ അറിഞ്ഞേ? അത് ഞങ്ങള് റീസെന്റ് ഒരു വേറൊരു പടം ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞ ചേട്ടാ നമ്മൾ ഒരു പടത്തിനകത്ത് ഉണ്ട്. ഒരുമിച്ചില്ലായിരുന്നു ഞങ്ങൾ ഒരുമിച്ചില്ല. അപ്പൊ ഞങ്ങള് ചെയ്ത പടത്തിന് ഞാനും ചേട്ടൻ്റെ ഫൈറ്റാ. ചേട്ടനായിട്ട് ഞാൻ ചേട്ടനെ ഇടിക്കുന്നു, അങ്ങനെ ഫൈറ്റ് ആയത്. അത് നെഗറ്റീവ് സാധനമായിരുന്നു. അന്ന് ഞങ്ങളിങ്ങനെ പറയുന്ന എൻ്റെ ഫസ്റ്റ് പടത്തിൽ ചേട്ടനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചത്. മാരി ഒരു മെയിൻ റോളാണ് മൂവിയിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊരു ഓഡീഷന് വേണ്ടി തന്നെ ഞാനും എത്തപ്പെട്ടത്. സ്ഥലമൊക്കെ തിരുവനന്തപുരത്ത് തന്നെ. അതിന് മുന്നേയൊക്കെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടാണ്, പഠിച്ചതൊക്കെ തിയേറ്ററാണ്. അപ്പോൾ പിന്നെ വന്ന് സിനിമയിൽ വന്ന്, പക്ഷേ ഞാൻ വന്നിട്ട് എനിക്ക് കിട്ടിയ പണി എന്ന് പറയുമ്പം ട്രിവാൻഡ്രം സ്ലാങ് പഠിപ്പിക്കുക ഇവരെ. അപ്പം എൻ്റെ പഠിപ്പിക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് തോന്നി സുരാജേട്ടൻ പറയും പോലെ ഒരൊറ്റ പരിപാടി മാത്രം പിടിക്കില്ല. അപ്പം അങ്ങനെ ലിസ്റ്റ് ചെയ്യണം കേരളം മുഴുവൻ ട്രിവാൻഡ്രം സ്ലാങ് അങ്ങനെയാണെന്ന്. അപ്പം ഞാനൊക്കെ വളർന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ യൂണിവേഴ്സിറ്റി സ്കൂളിലൊക്കെ പഠിച്ചേ. അപ്പം നമുക്കറിയാം എല്ലാവരും തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്, പക്ഷെ പലരും പറയണ പല ഭാഷ, പല സ്ലാങ്ങാണ്, പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ പടത്തിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. സെയിം സാധനം ഒരു പാറ്റേൺ സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയാതെ, സ്ലാങ് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ തന്നെ സ്ക്രിപ്റ്റ് ബേസ് ആയിട്ട് പഠിക്കാതെ അല്ലാതെ തന്നെ പഠിപ്പിച്ച് ചുമ്മാ നടക്കുന്ന സമയത്ത്, ബാത്റൂം കുളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പഠിക്കാൻ പറഞ്ഞ്, അങ്ങനെ ആ സാധനം സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ മാത്രം അത് വേറെ രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വന്നത് സത്യം പറഞ്ഞ. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ചോദിച്ചു ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സിനിമാറ്റിക് ഡാൻസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഈ പോപ്പിംഗ്, ബ്രേക്കിംഗ്, ലോക്കിംഗ് എന്ന് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അവിടെ വന്നിട്ടാണ് പിന്നെ പഠിച്ചത്. പിന്നെ അവർക്ക് പിന്നെ അപ്പം ഞാൻ ഈ സ്ലാങ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ തിയേറ്റർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആക്ടിങ് കൂടി വെച്ചിട്ട് ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ സ്ലാങ് പഠിപ്പിച്ചത് അവരെ. അപ്പം അങ്ങനെ ഒരു 2 ആഴ്ച അവരോട്ടതുണ്ടായിരുന്നു. പിന്നെ അവർ ചോദിച്ചത് ഡാൻസ് ചെയ്യാൻ, നമ്മൾ ഡാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഫുള്ളായിട്ട് ഒരു 3 മാസമൊക്കെ ഞങ്ങൾ വർക്കൗട്ട് പരിപാടി, ആക്ടിങ് ട്രെയിനിങ് അങ്ങനെയായിട്ടൊക്കെ പോയി. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു കണക്ഷൻ ഇട്ടിട്ടുണ്ടായി എല്ലാവരും ആർട്ടിസ്റ്റുമായിട്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉപയോഗം ഉണ്ടായി നമുക്കിത്. അങ്ങനെയാണ് പടത്തിലിട്ട് ഇന്നായത്. പക്ഷെ പടം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോസസ്സും പിന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്ത രീതികളും ആ സമയത്തുള്ള എൻജോയ്മെൻറ്റും ഒക്കെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതെന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടണമെന്നില്ല. ഇപ്പം എന്നെ അപേക്ഷിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് പടം മാൻഹോൾ എന്നൊരു പടമായിരുന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി 2017 വിധിച്ചേച്ചി. അതിനകത്ത് മാരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ നൈമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് സിനിമ ആയിട്ടുള്ളൊരു വരവൊക്കെ. അപ്പം വേറൊരു സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഫ്രീഡം, ഈ ആർട്ടിസ്റ്റുള്ളൊരു കണക്ഷൻ ഒന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇപ്പം എല്ലാവരും ഭയങ്കര യങ്ങായതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റി. ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പുറത്ത് വർക്ക് ചെയ്യണത് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ളത്. അപ്പം തിരിച്ച് സിനിമയിൽ ഷൂട്ടിങ്ങിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എവിടെ ഒരു ക്യാമറ വെച്ചേക്കും, നമ്മൾ ബോധേടല്ല പറയും, നമ്മളങ്ങോട്ട് ചെയ്യാണ് ഇങ്ങോട്ട്. അങ്ങനെ ഒരു എല്ലാവരും എന്തോ ആകെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ വിനോദ് മാഷ് ഒരു ഫ്രീഡം എന്നുള്ളൊരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട്. നമുക്ക് ഈ സൈഡിൽ കുറച്ച് അടിപൊളി ആൾക്കാരുണ്ട്, അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ സീനിയർ ഡാൻസേഴ്സ് ആണ് അല്ലേ, ഡാൻസിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ തന്നെ സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടാണ് സിനിമ വന്നേക്കുന്നത്. അതെ. ജോൺസൺ ചേട്ടാ, പക്ഷെ ഒരു കാര്യം, ഈ മോഹൊക്കെ സിനിമ തുടക്കത്തിന് മുമ്പ് അപ്പോൾ ഞാനൊരു എനിക്ക് ചെവി കേൾവി കുറവാണ്, ഇയർഫോൺ വെച്ചിട്ടുണ്ട്, സംസാരിക്കാൻ തിരിയുന്നില്ലാത്ത ആളാണ്, 90% കേൾവി കുറവാണ്. ഞാനൊരു പഴയ മാസ്റ്ററാണ്, 78 കാലത്താണ് ഞാനൊരു ഡാൻസറാണ്, ഭയങ്കര ഡാൻസറാണ്.
സ്കൂള് പഠിപ്പിക്കാൻ പോയപ്പോൾ ചങ്ങനാശ്ശേരി തർക്കക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഞാൻ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിച്ചു. അവിടെ ഒരു അച്ഛൻ പറഞ്ഞു, ജീമോൻ അച്ഛൻ കൊണ്ടുവന്ന ഒരു മൂന്ന് വോക്കത്ത് പറഞ്ഞു ഡാൻസ് കോമ്പറ്റീഷൻ നടത്തി. അച്ഛൻ നടത്തിയപ്പോൾ 5 ടീമുള്ളൂ. HT കോളേജ്, പല കോളേജ് 5 ടീം മാത്രമേ കൊടുത്തു. ഞാൻ പഠിപ്പിക്കുന്ന അച്ഛൻ ഇപ്പോഴും നോക്കുക. അച്ഛൻ പറയുക നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. ഇവനെ എന്നോട് പറയും നമ്മൾ 3 വാക്ക് ഒരു കോമ്പറ്റീഷനുണ്ട്. അച്ഛൻ പറഞ്ഞു എന്നാ ചെയ്യണം. ഞാൻ പറഞ്ഞു എന്നാ പറയുക അച്ഛനെ പത്രത്തിൽ പരത്തി കൊടുക്കുക, ഈ 3 വാക്ക് കോമ്പറ്റീഷൻ പത്രത്തിൽ പരത്തി കൊടുക്കുക. ഞാൻ പറഞ്ഞു അതല്ല, അങ്ങനെയല്ല പരത്തി കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു എൻ്റെ ഐഡിയ പറഞ്ഞെന്നറിയോ, എനിക്ക് ഓൾ കേരള ഡാൻസ് അസോസിയേഷൻ സംഘടനയുണ്ട്, എനിക്കറിയാം. ഒരുപാട് ആൾക്കാരുണ്ട്. ശ്രീജിത്ത് മാസ്റ്റർ ഉണ്ട്. ഈ പടത്തിൻ്റെ ശ്രീജിത്ത് മാസ്റ്റർ എനിക്ക് നല്ലപോലെ അറിയാം. മാത്രമല്ല ശ്രീജിത്ത് മാത്രമല്ല, ബാബു മാസ്റ്റർ, സതീഷ് മാസ്റ്റർ, പിന്നെ സാർ മാസ്റ്റർ, ഷോൺസ് മാസ്റ്റർ, മരിച്ചുപോയ രാജേഷ് മാസ്റ്റർ, ഒരുപാട് ആൾക്കാർ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇതൊന്നും അല്ല ഞാൻ ഓക്കെ ഞാൻ അച്ഛൻ ഒരു പോസ്റ്റർ വന്നു. ഡാൻസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് 15,000, സെക്കൻഡ് ഫസ്റ്റ് 15,000, സെക്കൻഡ് പ്രൈസ് 5,000, തേർഡ് പ്രൈസ് 3,000. ഇങ്ങനെ നോട്ടീസ് അടിച്ചു, പോസ്റ്റർ എടുത്ത് ഞാൻ എറണാകുളത്ത് വന്ന് എല്ലാം കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അച്ഛൻ ചെട്ടിപ്പോയി. ഒത്തിരി കോളം വന്നു, 100 ടീമാണ്. അച്ഛൻ പറഞ്ഞു എന്നാ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു മാത്രമേ അല്ല, ഞാൻ പറഞ്ഞു അച്ഛനോട് പറയാം അച്ഛൻ എനിക്ക് കേൾവി കുറവാണ്, എൻ്റെ മാത്രമുണ്ട് 2 സാർ മാത്രമുണ്ട്. മുള്ളി പറയാൻ അറിയാം, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, സംസാരിക്കാൻ തിരിയത്തില്ല, എങ്ങനെ നടക്കാൻ എനിക്കറിയില്ല. അപ്പം നിസ്സാർ മാത്രം വന്നു, എല്ലാം പരിപാടി നടത്തി. സൂപ്പർ പരിപാടിയായിരുന്നു. രാവിലെ 8:30 തൊട്ട് പരിപാടി തുടങ്ങി. ഈ പരിപാടി നടത്തി ആരാധനയോ നമ്മുടെ സിനിമയിലെ പ്രൊഡ്യൂസറായ നമ്മുടെ തത്തോഷ് ടി കുറുവള എന്ന് പറഞ്ഞ ഒരു സിനിമ പ്രൊഡ്യൂസർ, എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ SLS കോളേജിൽ പഠിച്ച ആളാണ്. തത്തോഷിൻ്റെ അരിയൻ ഞങ്ങൾ വലിയ കൂട്ടുകാരനാണ്. അപ്പോൾ തത്തോഷ് പറഞ്ഞു, എന്നെ കണ്ട് പറഞ്ഞു ഈ 3 വാക്ക് നല്ല ഒരു കോമ്പറ്റീഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു നിസ്സാര കാര്യം. അപ്പം ഈ കോമ്പറ്റീഷൻ വിഷയമായിരുന്നു. പക്ഷേ ആ കോമ്പറ്റീഷന് 3rd പ്രൈസ് കിട്ടുക നമ്മുടെ ഈ പടത്തിൻ്റെ അകത്ത് കൊറിയോഗ്രാഫി ചെയ്ത ശ്രീജിത്ത് മാസ്റ്റർ പഠിപ്പിച്ചത് 3rd പ്രൈസ് കിട്ടി. അതാരറിയോ, ഈ നമ്മുടെ തിൽഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അറിയോ, തിൽഷ സൂപ്പർ ഡാൻസ്. പിന്നെ നമ്മുടെ സുരാജ് ബോബസ് അറിയോ, മറ്റേ ചെയിലറിൽ സുരാജ് ബോബസ് അറിയോ, മറ്റേ രക്ഷക്കാത്തില്ല പാടുപാട് തലവെട്ടി അത് വെട്ടി ഇങ്ങനെ അത് ആ പുള്ളിയാണ് ഡാൻസ്. ഞാനൊരു സാധാരണ പരിചയമാണ്, ചെവി കേൾക്കാൻ മേലാത്ത വ്യക്തിയാണ്, സംസാരിക്കാൻ തിരിയത്തില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഞാൻ ഡാൻസറായി. പഴയ കാലത്ത് കുറച്ച് ബ്രേക്ക് ഡാൻസ് മാത്രമുള്ളൂ. അന്ന് സിനിമാറ്റിക് ഇല്ലായിരുന്നു, റാപ്പ് ഇല്ലായിരുന്നു, റേഖ ഇല്ലായിരുന്നു, ഷൈപ്പ് വോട്ട്സ് ഇതൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്കിന്ന് ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാറില്ല. താങ്ക് യു. ഇതുപോലെയുള്ളവരുടെ കഥകളാണ് ഈ ചേർന്നിട്ടുള്ള ഇവരുടെ എല്ലാം കഥകൾ ചേർന്നിട്ടുള്ളതാണ് ഈ സിനിമയുടെ കണ്ടന്റ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഉറക്കമൊന്നുമില്ല, ജോലിക്ക് പോക്കില്ല, മറ്റുള്ള ജോലിയൊക്കെ വർക്ക് ചെയ്യണ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഒന്നും ഉണ്ടായില്ല. പിന്നെ കോമ്പറ്റീഷൻ അതിന് ഒരിക്കലും ഒരുങ്ങണത് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ലൈഫാണ്, ഒരു വ്യക്തിയുടെ ലൈഫ്. ഇപ്പം ഇന്ന് എല്ലാ കുട്ടികളും, എൻ്റെ മകളടക്കം അവർക്ക് അവരുടെ ലൈഫ് വലുത്. ഞങ്ങൾ ആ സമയത്ത് ഈ ഡാൻസിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചവരാണ്. വേറെ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് എവിടെ കളിക്കും ഞങ്ങൾ, പിന്നെ കളിക്കുന്ന സ്ഥലമാണ്. ഒരുമാനപ്പെട്ട ഇങ്ങനെ ഓരോരുത്തർ പറയും ഇന്നാളെ വിളിക്കുമെന്ന് പറയും കല്യാണത്തിന്, കല്യാണ വീട്ടിൽ തലേ ദിവസം, പിന്നെ പള്ളികളിലാണെങ്കിൽ യൂണിറ്റ് വാർഷികം. സീരിയസായിട്ട് പൊട്ടി തലയിൽ വീണ് മൊത്തത്തിലേക്ക് കുളിച്ച് നിന്നിട്ടും അവിടെ നിന്ന് ഞങ്ങൾ ഡാൻസ് കളിക്കും. മരിക്കുമെന്ന്, അതും പൊട്ടിക്കഴിഞ്ഞാൽ ആൾ തീർന്നു പോകുമെന്നുള്ള ചിന്തയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ചാന്ത് കുഴക്കുന്ന ആള് ഡാൻസ് ചെയ്യുന്ന സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് ട്രെയിലറിലുള്ള അല്ലേ, അത് കുറെ അങ്ങനെ കണക്ട് വലിയ ആഘോഷമാണ് സിനിമ. അതിനിടയിൽ പല സ്പാൻ ഓഫ് ലൈഫിലുള്ള അന്നത്തെ കാലത്തെ കുട്ടികൾ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ലൈഫുണ്ട്, അവർക്കൊക്കെ പാരൻസ് ഉണ്ട്, അവർക്ക് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും അവരെ പല ജീവിത സാഹചര്യങ്ങളും അവർ ഒന്നിച്ചു ചേരുന്നത് ഈ ഡാൻസിന് വേണ്ടിയിട്ടാണ്. അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും കുറേ അധികം മാസ്റ്റേഴ്സ് പെട്ടെന്ന് അങ്ങോട്ട് ഭയന്ന് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകണ്ടേ, ഫിനാൻഷ്യലാണല്ലോ പ്രശ്നം. ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നടക്കുകയില്ല. അത്യാവശ്യം ഇങ്ങനെ അമ്പലച്ചോറും അങ്ങനെയുള്ള ഈ സാമ്പാറും കറിയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും.
പിന്നെ ചിരിക്കൽ ഹായ് ഞാൻ അടുത്ത പ്രാവശ്യം കാണാമെന്ന് പറയുന്ന സംഭവം ഭയന്ന് വിറച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് തുടങ്ങി അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി അങ്ങനെ ഓരോ പടിപടിയായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നത്. പക്ഷേ ഈ തലമുറക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പറയും ഒരു സ്പെഷ്യൽ സ്കൂളാണ്, ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിങ്, പിന്നെ ഹൈപ്പർ അങ്ങനെയൊക്കെയുള്ള പല കുട്ടികളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു രക്ഷയില്ല. ഇപ്പം ഈ ഡാൻസ് കൊണ്ടും അവർക്ക് 29 വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പോകുന്ന മാസ്റ്റേഴ്സൊക്കെ പാർട്ട് ടൈമായിട്ടാണ് പോകുന്നത്. അല്ല, കാലത്ത് 9 മണിക്ക് കയറിയാൽ 4 മണിക്ക് ഇറങ്ങും. കബീർക്ക് എന്താണ് എന്തുകൊണ്ടാണ് ഡാൻസിന് ഇത്ര പ്രിയപ്പെട്ടായി മാറിയത്? 3 വയസ്സിൽ ഞാൻ ഡാൻസ് ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. കാരണം വെച്ചാൽ എൻ്റെ ജോൺസൺ മാഷ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജോൺസൺ മാഷിൻ്റെ വീട്. അപ്പം അങ്ങനെ എൻ്റെ വീട്ടുകാർ 3 വയസ്സിലാണ് എന്നെ അവിടെ കൊണ്ട് ചേർക്കുന്നത്. ആശാന് കൊടുക്കുവാണ് എടുത്തോന്നും പറഞ്ഞു. അന്ന് തുടങ്ങിയാണ് ഈ ഡാൻസിൻ്റെ. എന്നുവെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഡാൻസായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാരണം വെച്ചാൽ ഇതേപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സ്കൂളിലേക്ക് പോകണ പരിപാടിയൊന്നുമില്ല. സ്കൂളിലേക്കെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങും, അപ്പുറത്തോടെ ഇറങ്ങി നേരെ ആശാൻ്റെ വീട്ടിൽ വരും, പ്രാക്ടീസാണ്. ഡാൻസ് എന്ന് വെച്ചാൽ അത്രക്കും ഞങ്ങളുടെ ക്രേസാണ്, കൊച്ചിക്കാരുടെ ഒരു ക്രേസാണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ചാകും അവിടെ ആൾക്കാർ, ആ ഒരു കണ്ടീഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതേപോലെ ഞങ്ങൾ ഒരു ഓൾ കേരള കോമ്പറ്റീഷൻ എവിടെ വെച്ചാൽ കഴിഞ്ഞാലും ഫസ്റ്റ് വിൻ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളായിരിക്കും. ജോൺസൺ മാഷിൻ്റെ ഞങ്ങൾ ഈ 3 പിള്ളേർ, കുഞ്ഞു പിള്ളേരാണ്, ഞങ്ങൾ ഈ 5 വയസ്സുള്ള 3 പിള്ളേരാണ് പോയിട്ട് വിൻ ചെയ്തു തന്നെ. അപ്പോൾ എത്ര വലിയ ആൾക്കാർ കളിച്ചാലും ഞങ്ങൾ ഫസ്റ്റും കൊണ്ട് പോരും. 9ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ഈ നിലക്ക് പോയാൽ 10ാം ക്ലാസ് പാസ്സാവില്ല എന്ന് മനസ്സിലായി. നേരെ കൊച്ചിയിൽ നിന്ന് തന്നെ ഷൊർണൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടുകാരെ അറിയാണ്ട് അവിടെ നിന്ന് ബിജു എന്ന് പറയുമ്പോൾ ഫോൺ ചെയ്യും, സ്കൂളിലേക്ക് ഫോൺ ചെയ്യും, ഇവിടെ എന്നാ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ ക്ലാസ് എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ട്രെയിൻ കയറി നോർത്ത് വന്ന് ഇറങ്ങി ഇവിടെ പ്രോഗ്രാമിങ്. അന്ന് ചെറുതാണ്, ആ ടൈമിലാണ്, ആ കണ്ടീഷനിലൊക്കെ പോയിക്കൊണ്ട്. പിന്നെ അതേപോലെ ബിജു മരിച്ചന്ന് ഞാൻ ഡാൻസ് നിർത്തിയതാണ്. പിന്നെ അതിനുശേഷം ഒരു 23 വർഷത്തിന് ശേഷം KL7 ക്യാരി എന്ന് പറഞ്ഞൊരു ട്രൂപ്പയുടെ ഞങ്ങളുടെ ആശാനെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കളമശ്ശേരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ അവിടെ പോയിട്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ഒരു തിരിച്ചു ആ ഒരു വീഡിയോ വൈറലായി. അങ്ങനെ പിന്നെ ചാനലിലൊക്കെ പോയി, മറ്റേ ബോംബെയിൽ സോണി ടിവിയുടെ ചാനൽ വരെ ആ ഇതിലങ്ങ് പോയി ഒന്ന് റെഡിയായി. ഓക്കെ, മീനാക്ഷിക്ക് കുഞ്ഞുനാളിൽ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമിന് പോയതോ, ഡാൻസ് റിലേറ്റഡ് എന്തെങ്കിലും? അതെ, അതറിയാം. അല്ല, കുഞ്ഞുനാളിലത്തെ എന്തെങ്കിലും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസോ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും സ്റ്റേജിൽ പോയിട്ട്? ഞാൻ ബ്രേക്ക് ഡാൻസ് റിലേറ്റഡ് ആളല്ല, ഞാൻ ക്ലാസിക്കൽ ഡാൻസാണ്. എനിക്ക് കാരണം ഞങ്ങളുടെ ഫാമിലി പാട്ട് ഡാൻസ് ഫാമിലിയാണ്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ പെർക്കഷൻസ് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ പാട്ടും ഡാൻസൊക്കെ പഠിപ്പിക്കും. അപ്പം ഞാനൊരു ഈ പറഞ്ഞ പോലെ 3 വയസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ്. 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അരങ്ങേറുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ, എനിക്ക് കൂടുതലും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയി ചെയ്യാന്നുള്ളതായിരുന്നു. ഈ പറഞ്ഞ പോലെ അന്ന് ബ്രേക്ക് ഡാൻസിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയില്ല. പക്ഷെ ക്ലാസിക്കൽ ഡാൻസ് എല്ലാവരും പഠിപ്പിക്കും. ഇപ്പം പിള്ളേരൊക്കെ അങ്ങനെ ഇപ്പോൾ കോമ്പറ്റീഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രേക്ക് ഡാൻസിൻ്റെ കോമ്പറ്റീഷനെ കുറിച്ച് എനിക്കറിയില്ല. പിന്നെ പക്ഷേ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷൻ, അതും ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ, ഇപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, അതുപോലെ ഫോക്ക് ഡാൻസിലൊക്കെ. അതെ, സംഘനൃത്തം ഒത്തിരി ഉണ്ട്. അതെ, ഡാൻസിലൊക്കെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, കോമ്പറ്റീഷൻ ഇറങ്ങുക എന്നുള്ളത് തന്നെ ഒരു മെയിൻ പരിപാടിയായിരുന്നു. ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയിട്ടുണ്ട്, കുച്ചിപ്പുടിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ കൊല്ലവും ഞാൻ ഫോക്ക് ഡാൻസും കുച്ചിപ്പുടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ മൂവിയുടെ മറ്റൊരു പ്രത്യേകതയായിട്ടാണ് നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അതൊരു വലിയ, എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷ ആണ് അല്ലേ? അതെ, ലിജോ ജോസ് പെല്ലിശ്ശേരി നമുക്കറിയാം, അങ്കമാലി ഡയറീസ് ആ സിനിമയിൽ ആണ് ഏറ്റവും കൂടുതൽ ഫ്രഷേഴ്സ് അഭിനയിച്ച സിനിമയാണ്. എത്രയോ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമ അങ്ങനെ തന്നെയാണ്. അതിൽ അങ്ങനെ അല്ലാതെ 2-3 പേരൊക്കെ ഉള്ളൂ മുൻപ് സിനിമകളിൽ, ബാക്കി എല്ലാവരും ഈ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. അത് ലിജോയുടെ ധൈര്യമാണ്. ലിജോ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കിയാലും അറിയാം, ഒരു ട്രെൻഡ് സെറ്റിങ്ങും ട്രെൻഡ് ബ്രേക്കിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട് ലിജോയുടെ സിനിമകളിൽ. ആൻഡ് സ്റ്റീഫനും ഒപ്പം ഉണ്ട്. ഇന്ന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും
ലെജൻസ് എന്നൊക്കെ പറയാവുന്ന ഇൻഡസ്ട്രിയിലെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ ഒരു ഫസ്റ്റ് മൂവി അല്ലെങ്കിൽ മാരിയുടെ ഫസ്റ്റ് അല്ല എന്നാലും നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു മൂവി ലിജോ ചേട്ടൻ പ്രസന്റ് ചെയ്യുന്നു, ലിസ്റ്റിൻ സ്റ്റീഫൻ അതിൽ ജോയിൻ ആവുന്നു, എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? കിളി പോയി ഒറ്റ വാക്കിൽ ഉത്തരം. ഓക്കെ, നമ്മൾ അങ്കമാലി കണ്ടല്ലേ, അപ്പം അങ്കമാലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത്രയും പുതിയ ആർട്ടിസ്റ്റിനെയൊക്കെ ഒരു ഡയറക്ടർ എങ്ങനെയാണ് വിശ്വസിച്ചെടുക്കുന്നത്? അപ്പം ഈ പടം ചെയ്തപ്പോൾ അങ്ങനെ തന്നെ വിനോദ് മാഷ് എങ്ങനെയാണ് നമ്മളൊക്കെ ഇത്രയും വലിയ കൊമേഴ്സ്യൽ പടത്തിൽ ഇത്രയും കോടി മുടക്കി എടുക്കുന്ന പടത്തിൽ നമ്മൾ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യണം? നമുക്ക് ചിന്തയുണ്ട് മനസ്സിൽ. അപ്പോൾ ലിജോ പുലിശ്ശേരിയും അങ്ങനെ ഒരു പരീക്ഷണം ചെയ്തത് കാണിച്ചു കൊടുത്ത്, പക്ഷെ ആ പടം വൺ ക്ലിക്കായി. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ പടത്തിൽ പ്രസന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഭാഗ്യമാണ്. അത് വെയിറ്റിംഗ് ആണ്, നമ്മൾ എങ്ങനെ ഇരിക്കുക, അത് ഡേറ്റ് തള്ളി 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 നീക്കി അത് അവരെടുത്തു എന്ന് പറഞ്ഞപ്പോഴേ കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കരുത്. ഇതൊക്കെ ഒരു കാണുമല്ലോ. ശരിക്കും ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സിനിമയുടെ ഓരോ പ്രോസസ്സിലും സാധാരണ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ പോലെ ആയിരുന്നില്ല. എല്ലാവരും ഒരു 3 months വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി പോലെ ഒരിടത്ത് സ്റ്റേ ചെയ്യുമായിരുന്നു. ശരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അല്ലാതെയുള്ള സമയങ്ങളിലും നമ്മളിതിലെ കഥാപാത്രങ്ങളായി തന്നെയാണ് നടന്നത്. പലരും ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേര്, ഇപ്പം അനുവിനെ വിളിച്ചിരുന്നത് ജയിക്കുന്ന തന്നെയാണ്. അങ്ങനെ ക്യാരക്ടേഴ്സിൻ്റെ പേര് തന്നെയാണ് നമ്മൾ അല്ലാത്തപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഫിലിമിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിൽ നിന്ന് പുറത്തിറങ്ങി പോരാൻ പോലും കുറച്ച് സമയമെടുത്തു. അപ്പോൾ അത്രയും ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴും ശരിക്കും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമയുടെ കൂടെ നിന്നതുകൊണ്ട് കിട്ടിയതൊരു റിവാർഡായിട്ടാണ് ലിജോയെ പോലെ ഒരാൾ ഈ സിനിമ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് നമ്മൾ വിചാരിച്ച സ്കെയിലല്ല ഇപ്പോൾ സിനിമ നിൽക്കുന്നത്. ചില പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം, ഡാൻസ് കളിക്കുന്നവർക്ക് ആക്ടിങ്ങിലോട്ട് വരാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ അവർ ആക്ടറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡാൻസറായിരിക്കും. പക്ഷേ എനിക്കൊരു ഒബ്സർവേഷൻ തോന്നിയത് ഇതിനകത്തെല്ലാം വഴങ്ങും അവർക്ക്. റാപ്പ് ചെയ്യാനും എഴുതാനും ആക്ട് ചെയ്യാനും ഡാൻസ് ചെയ്യാനും എല്ലാത്തിനും അവർക്ക് പറ്റുന്നുണ്ട് ക്ലിയറായിട്ട്. പടം കാണുമ്പം ചുമ്മാ പറയാനല്ല, കാണുമ്പോൾ അറിയാൻ പറ്റും കൃത്യമായിട്ട്. ശരിക്കും മാരി പറഞ്ഞോട് ചേർത്ത് വെച്ച് പറയേണ്ടത് വെച്ചാൽ ഡാൻസ് മാത്രമല്ല, ഇപ്പം ഇവർ 3 പേരും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർ 3 പേരും പറഞ്ഞ ഇവരുടെ ജീവിതത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബലപ്പെടുന്ന അതിൻ്റെ ഒരു ഫൗണ്ടേഷനും ഇവരുടെയൊക്കെ ജീവിതങ്ങളാണ്, ആ പിള്ളേരുടെ ജീവിതങ്ങൾ. ആ ജീവിതത്തിന് മുകളിലാണ് നമ്മൾ ഈ ഡാൻസും പെർഫോമൻസൊക്കെ. അപ്പം ആ പെർഫോമിങ് ടൈമിൽ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ ഒരു ജീവിതമോ, എല്ലാവർക്കും ഓരോ ജീവിതങ്ങളുണ്ട്. അപ്പോൾ അതൊരു വളരെ ഡെപ്തിൽ വളരെ ജെനുവിനായിട്ടത് പകർത്തിയിട്ടുണ്ട്. അതാണ് വിനോദും സുനിലും മാത്യൂസും കൂടിയിട്ട് നമുക്ക് തന്ന ബ്രീഫും അതായിരുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായി എന്താണ് നമ്മൾ എന്നുള്ളത് ബ്രീഫ് തന്നിരുന്നു. ടോട്ടൽ സ്ക്രിപ്റ്റ് നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും, ടോട്ടൽ സിനിമ തുടങ്ങുന്നവരൊടുക്കം വരെയുള്ള എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും സ്റ്റോറി അറിയാമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഡാൻസിനുള്ള റിഹേഴ്സൽസ് പോലെ തന്നെ പെർഫോമൻസിന് വേണ്ടിയിട്ടും റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്. യാദവിന് എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഇതിനകത്ത് ഇപ്പം ഞാൻ ഷൂട്ടിൻ്റെ അന്നാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ചില സെറ്റിൽ പോകുമ്പോൾ നമ്മൾ സീനിൽ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് സീനിൽ എന്താണ് എന്നുള്ളത് മാത്രം പെട്ടെന്ന് പറഞ്ഞു വരും. ഞാനാണെങ്കിൽ നേരത്തെ ഇവരുടെ കൂടെ ക്യാമ്പിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അപ്പം നേരത്തെ എനിക്ക് നറേഷനും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ എനിക്കൊരു ഫ്രീഡം എനിക്ക് തന്നെ അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ എൻ്റെ അടുത്ത് വന്നിട്ട് എടാ സംഭവം ഇങ്ങനെയാണ് ഇതിനകത്ത് സിനിമയ്ക്കകത്ത് ഇല്ലാത്ത എൻ്റെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ ഉള്ളതും പറഞ്ഞു തരും. ഇതിങ്ങനെയാണ് പോകുന്നത്, സിനിമയ്ക്കകത്ത് ഇല്ലാത്ത ഭാഗം ഇത് കഴിഞ്ഞിട്ടും ഇവൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഈ റോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളൊരു ബ്രീഫ് തരാം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ക്ലാരിറ്റി കിട്ടി. അത് എല്ലാവരും തരില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഭയങ്കര ഒരു നല്ലൊരു. പിന്നെ പുത്തൻതോപ്പിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നേരത്തെ പറഞ്ഞു ട്രിവാൻഡ്രം സ്ലാങ് ആണ് ഏറ്റവും ജെനുവിനായിട്ട്, മിമിക്കിംഗ് ആണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. അതല്ലാതെ വളരെ ജെനുവിൻലി ട്രിവാൻഡ്രം സ്ലാങ്, പലർക്കും ആ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ജയിക്ക് കോഴിക്കോടാണ് സ്ഥലം, അവൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഭാഷ. കോഴിക്കോടുകാരനാണ് ഞാൻ. കോഴിക്കോടിനെ കുറ്റപ്പെടുത്തി പറയല്ല, അല്ലെങ്കിൽ താഴ്ത്തി പറയല്ല. അതൊക്കെ അങ്ങനെയുള്ള പരിപാടിയായിട്ടായിരുന്നു അനു ജോയിൻ ചെയ്തത്. പക്ഷെ അനു ഇപ്പോൾ ഏറെക്കുറെ ട്രിവാൻഡ്രം ഒരു 50% ഇപ്പോഴും ട്രിവാൻഡ്രം സ്ലാങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര കണ്ട് അതിൽ ഇൻവോൾവ് ആയി. എനിക്കൊന്ന് സ്ലാങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് മാരിയാണെന്ന് തോന്നുന്നു. സംശയമൊന്നുമില്ല. കോഴിക്കോടൊക്കെ തിരുവനന്തപുരം എടുത്തു എന്ന് പറയുമ്പോ അല്ലേ, അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അത് ഇവരെ ഭാഷ പഠിപ്പിച്ചെടുക്കുന്ന പരിപാടി?
നമുക്കറിയാലോ സുരാജ് ചേട്ടനെ മിമിക്രിയിലൊക്കെ കേട്ട്. അപ്പം ഇത് മൊത്തം എടുത്തിട്ടുണ്ട്. ഒരു കോഴിക്കോട് പറയും സുരാജ് പറയണ ട്രിവാൻഡ്രം സ്ലാങ് എന്ന്. അപ്പം നമുക്കറിയാം നമ്മളെ നാട്ടിൽ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്, അവിടെ കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം അവിടെ നിന്നൊരു തമിഴ്നാടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ മതി. അപ്പം അങ്ങോട്ട് പോകും തോറും ഭാഷ കൊണ്ട് വലിഞ്ഞിട്ട് മറ്റേ തിരമാലയുടെ പോലെയൊക്കെ അങ്ങനെ സംസാരിക്കും. പിള്ള എപ്പോഴും വന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം സ്പീഡ് കൂടും. അപ്പം ട്രിവാൻഡ്രം പ്രോപ്പർ വരുത്തരി വന്ന് താമസിക്കുന്ന സ്പേസാണത്. അവരെന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി വന്നിട്ട് പുറത്തുള്ള തിരുവനന്തപുരം ആൾക്കാരല്ല അത്. അപ്പം തിരിച്ച് പിന്നെ ഇങ്ങോട്ട് കടക്കൂട്ടം അങ്ങോട്ട് വരുമ്പോഴും പിന്നെയും മാറും. വെഞ്ഞാറമ്മൂട് പിന്നെയും മാറും ഇത്. അപ്പം ഇത് ട്രിവാൻഡ്രം ഇന്നതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബലിപ്പിക്കാൻ പറ്റില്ല. പല വ്യത്യാസമാണ്. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് സംസാരിക്കുന്നവർ. അപ്പോൾ ഇതെനിക്ക് അറിയായിരുന്നു ഇങ്ങനെ ഒറ്റ സുരാജേട്ടൻ പറയുന്ന സംഭവം മാത്രമല്ല. അപ്പോൾ ഇത്ര ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ 8 പേരുണ്ടെങ്കിൽ 8 പേരും 8 രീതിയിലാണ് സംസാരിക്കണം എന്നെനിക്ക് ഒരു എടുത്തിട്ട് തന്നെ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ട, ബാക്കി പണിയെടുക്കാൻ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇവർ ഫുൾ സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. നമ്മൾ റൂമിലുള്ള സമയത്തൊക്കെ ഫുൾ സംസാരിക്കും. നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കും. ഞാനും അങ്ങനെ തന്നെ സംസാരിക്കും. പിന്നെ ക്യാരക്ടർ നൈം വിളിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഡാൻസിലും അങ്ങനെ തന്നെ, റൂമിൽ അവിടെ ബാത്റൂമിൽ അവിടെ വണ്ടി പോണ സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പം എനിക്കാണെങ്കിൽ ബ്രേക്കിങ്ങോ ലോക്കിങ്ങോ പോപ്പിങ്ങോ ഒന്നും അറിയില്ല. ഞാൻ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെ കളിച്ചു നടക്കുന്ന സംഭവം. പക്ഷെ ഇവിടെ വന്നിട്ടാണ് അറിയുന്ന സംഭവം. ഇത് പഠിച്ച് ശ്രീത്തമാശി ഇങ്ങനെ പഠിപ്പിച്ച് പറഞ്ഞ സമയത്താണ് അറിയണത് ഇപ്പം ന്യൂ സ്റ്റൈൽ കളിക്കുന്ന കുട്ടികൾ സഹിതം ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സാധനമൊക്കെ അവിടെയാണെന്നുള്ള സാധനം. ഈ ബ്രേക്കിംഗ് ആയാലും ലോക്കിംഗ് ആയാലും പോപ്പിംഗ് ആയാലും ഒക്കെ ഇതൊക്കെ പുതിയതായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് പക്ഷേ ഇത് നമുക്ക് പുതിയ സ്റ്റൈലാണെന്ന് ഇപ്പം എല്ലാവരും പറയും. പക്ഷെ നമ്മൾ കളിച്ചപ്പോൾ നമുക്ക് അറിയണത് ഇത് പുതിയതല്ല, പഴയതാണെന്ന്. ഇതുപോലെ എല്ലാത്തിലും ഡാൻസിലായാലും ഭാഷയിലായാലും പിന്നെ ആക്ടിങ് ഇതിനകത്തൊക്കെ പെർഫോമൻസിലായാലൊക്കെ സുനിത ഉണ്ടായിരുന്നു മെന്ററായിട്ട്. സുനിത ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുത്തി വർക്ക്ഷോപ്പ് കൊടുത്തു 3 മാസം. പൊതുവെയൊക്കെ ക്യാമറ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ ആർട്ടിസ്റ്റ് അങ്ങ് ചെയ്യണം, അങ്ങോട്ട് വന്നിട്ട് മാഷ് പറയും ഓക്കെ ആക്ഷൻ പറയും, നിൽക്കും, അങ്ങോട്ട് ചെയ്യും. ഇനി ഇവരിലേക്ക് പോകാം. ആക്ച്വലി ഈ 80s കാലഘട്ടം കാണിക്കുമ്പോൾ നമുക്ക് ഇപ്പം മാരി പറഞ്ഞതുപോലെ അന്നത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് അക്സെപ്റ്റൻസ് ഇപ്പോൾ ഡാൻസിന് വന്നിട്ടുണ്ട്. ഡാൻസ് ചെയ്യുന്നവർക്ക് ഇപ്പോഴാണെങ്കിൽ ഇപ്പം മീനാക്ഷിയുടെ വീട്ടിലാണെങ്കിലും സപ്പോർട്ടാണ്. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ എനിക്കൊന്നും കുറച്ചുകൂടെ ഡാൻസ് കളിച്ച് നടക്കുന്നു എന്ന് വെറുതെ പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? ഡാൻസിനെ കൊണ്ട് ചേർത്ത ഒരു സമയത്തുള്ള ഇൻട്രസ്റ്റ് മാത്രമേ വീട്ടുകാർക്ക് ഉണ്ടായുള്ളൂ. അതാ ഞാനത് ആലോചിച്ചു. 3 വയസ്സുള്ളപ്പോൾ ഡാൻസിന് ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വരേണ്ടതല്ലല്ലോ എന്ന്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഡാൻസ് നിർത്തിയാൽ മതി എന്നുള്ളതിലാണ് പിന്നെ വീട്ടുകാർ ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അസൂയ ഇവരുടെ അടുത്തൊക്കെ. കാരണം ഇവരിപ്പോൾ ഒരു ഡാൻസ് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അപ്പോൾ തന്നെ മീഡിയയിലിട്ട് അങ്ങനെ അങ്ങോട്ട് വൈറലായി അങ്ങോട്ട് പോകും. ഞങ്ങളുടെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലും അന്നൊരു സിസ്റ്റം ഇല്ല. ഞങ്ങളെയൊക്കെ ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ സൈറ്റിൽ പോയി ഒന്ന് വിൻ ചെയ്താൽ മാത്രമാണ് നമ്മളെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയുള്ളൂ. എന്നുവെച്ചാൽ ഡാൻസ് കളിക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ പരിസരത്ത് അവനൊക്കെ പ്രാന്താണെന്ന് പറയാൻ നടക്കുന്നത്. കാതിൽ മറ്റേ തൂലും സ്റ്റഡൊക്കെ ഇട്ട് ബാഗി പാൻറ്റൊക്കെ ഇട്ട് അതിലൂടെ കീറിയതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഫാഷനായിപ്പോയി. ഞങ്ങൾ അതിട്ട് റോട്ടിൽ കൂടി അവനൊക്കെ പ്രാന്തട കഞ്ചാവണം. അന്ന് ഞങ്ങൾ കാണിച്ചു കിടന്നതാണ് ഇപ്പോൾ പിള്ളേർ ഇപ്പോൾ ഫാഷനായിട്ട് കൊണ്ടുനടക്കുന്നത്. നമുക്കപ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസുമായിട്ട് നമുക്ക് പ്രോഗ്രാം നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തതായിട്ട് ഇവരുടെ ഒരു ഡാൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീകാന്തേട്ട നമുക്ക് കൈയടിക്കാം. ഓക്കെ. കണ്ണടക്കുന്നില്ലേ കാട്ടുമല്ലിപ്പൂവേ, കണ്ണു വച്ചോ പൊന്നെ ഭൂതമാനമല്ലേ, തൊട്ടു തൂവൽ ചെമ്മേ തൊട്ട തന്നൽ പിന്നെ തമ്മിൽ തമ്മിൽ തെല്ലേ കണ്ണിറക്കി നിന്നെ ഉലകം വെച്ചതടാ ഉലകം കെടുത്തിട്ടതാ ഒടിഞ്ഞ പൂക്കും വില കുടുക്കൂട്ടുള്ള കിളി നീ സുല്ലേ യഹി അമ്പർ പർ മേരെ സ്വപ്നത്തിൻ വരവായെന്നെ കനവെല്ലാം നിജമാകുന്നേ മനേകാരാണി മുझे യഹി അമ്പർ പർ മേരെ സ്വപ്നത്തിൻ വരവായെന്നെ
കനവെല്ലാം നിജമാകുന്നേ മാനേ കാരാ നിന്നെ യഹി അമ്പര